അപ്പോൾ കൊല്ലത്ത് നിന്ന് വീണ്ടും സൂര്യഗായത്രി ചേരുന്നു. കൊല്ലം KSRTC ഡിപ്പോയിൽ നിന്നാണ് സൂര്യഗായത്രി ചേരുന്നത്. സൂര്യഗായത്രി, പ്രിയദർശിനി ബസ്സുകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നു, സന്തോഷം. അപ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അടുത്ത സൂര്യശ്രീ തൊടുപുഴയിൽ നിന്ന് ചേരാൻ തയ്യാറായി നിൽക്കുക. പറയൂ. SKN 9 മണിക്ക് മന്ത്രി ബിന്ദു കൃഷ്ണയാണ് കൊല്ലത്ത് ഈ പ്രിയദർശിനി ബസ്സുകളുടെ യാത്ര ഉദ്ഘാടനം ചെയ്യുന്നത്. അതിന്റെ ബസ്സുകളൊക്കെ തന്നെ തയ്യാറായി കിടക്കുകയാണ്. ഇന്നു മുതൽ KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? സൗജന്യ യാത്രയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കാനാണ്, KSSPയുടെ ആയിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കാനായിട്ട് സന്തോഷത്തിലാണ്. എന്ത് തോന്നുന്നു? പുതിയൊരു മാറ്റമാവോ? തീർച്ചയായിട്ടും പുതിയൊരു മാറ്റമാണ്. ഇന്നു മുതൽ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്ത് തോന്നുന്നു? സന്തോഷം. പുതിയ മാറ്റങ്ങൾ വരട്ടെ. എന്നും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ KSRTC? ഇല്ല, ഞാൻ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ നാട്ടിലോട്ട് പോവാണ്, അതിന് വേണ്ടി വന്നതാണ്. വിവൻ ആർമി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യ യാത്രയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. ഇനി തൊടുപുഴയിലേക്ക് അവിടെ നിന്ന് സൂര്യശ്രീ തത്സമയം ചേരുന്നു. സൂര്യശ്രീ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സുപ്രഭാത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു അഡീഷണൽ ഗുഡ് മോർണിംഗ് ടു സൂര്യശ്രീ. തൊടുപുഴയിൽ പ്രത്യേകിച്ച് ഒരുപാട് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടന്ന സ്ഥലമാണ് തൊടുപുഴ. അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് SKN. ഇതാ ഒരു പുതിയ യാത്രയ്ക്ക് ഇന്നു മുതൽ തുടക്കമിടുകയാണ്. സംസ്ഥാനത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് ഇന്നു മുതൽ KSRTC ബസ്സുകളിലെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്ന UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്കാണ് ഇത് തുടക്കമാവുന്നത്. നമ്മളിപ്പോൾ രാവിലെ വന്നപ്പോൾ മുതൽ പല സ്ത്രീകൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും ഈ ഒരു പദ്ധതി, ഈ ഒരു ഇനിഷ്യേറ്റീവിനെ വളരെയധികം വലിയ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വയോജനങ്ങളായ സ്ത്രീകളും ഒക്കെ തന്നെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ആദ്യ തലത്തിൽ നമ്മൾ ഓർഡിനറി ബസ്സുകളിൽ ആയിരിക്കും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത്. 100 ദിവസത്തേക്കായിരിക്കും ഇത്തരത്തിൽ സൗജന്യ യാത്ര ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു പഠന വിധേയമാക്കിയ ശേഷമായിരിക്കും ഇത് മുന്നോട്ടുള്ള യാത്ര ഏത് തരം ബസ്സുകളിലേക്ക് വേണം. നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ യാത്രാ സൗകര്യം അനുഭവിക്കാൻ നമുക്ക് കുട്ടികളോടായാലും സ്ത്രീകളോടൊക്കെ തന്നെയാണ് ചോദിക്കാം. ഓർഡിനറി ബസ്സുകളെല്ലാം സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. എന്താ അതിനെ പറ്റി? നല്ലതായിരിക്കും. ഇത്ര പൈസ കൊടുത്ത് ST ഒക്കെ ആയിട്ടിരുന്നത്, അതേ സമയത്ത് ഇനി മുതൽ അങ്ങോട്ട് യാത്രയ്ക്ക് പുതിയ മാനം വരികയാണ്. എന്ത് നല്ല തീരുമാനമായിരിക്കും. അത്രേ പറയാനേ ഉള്ളൂ എനിക്ക്. അതെ, കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും പ്രായഭേദമന്യേ വരുമാന ഭേദമന്യേ ഒക്കെ തന്നെ എല്ലാ സ്ത്രീകളിലേക്കും ഈ പദ്ധതി എത്തിക്കുക എന്നുള്ളതാണ് UDF സർക്കാർ. ഇനി മുതൽ ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റിന് പൈസ വേണ്ടെന്നുള്ളതാണ്. എന്താണ് ഈ ഒരു പദ്ധതിയോടുള്ള? ഈ പദ്ധതി നല്ല അഭിപ്രായമാണ്. സ്ത്രീകൾക്ക് നിവൃത്തിയില്ലാത്തവർക്കൊക്കെ യാത്ര ചെയ്യാൻ. താങ്ക് യു സൂര്യശ്രീ. ഇനി മലപ്പുറത്തേക്ക് വർഷ ഗിരീഷ് തത്സമയം ചേരുന്നു. വർഷ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പുലികൾ ഒരാൾ മലപ്പുറത്ത് ഇറങ്ങി. എന്താണ് മലപ്പുറത്ത് നിന്നുള്ള റിപ്പോർട്ട്? SKN മലപ്പുറത്ത് ഇന്ന് 9 മണിക്ക് മന്ത്രി AP അനിൽകുമാറാണ് ഈ സൗജന്യ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. നമുക്കറിയാം UDF സർക്കാർ അധികാരത്തിലേറിയ മുതലുള്ള ചോദ്യമായിരുന്നു എപ്പോൾ, അതായത് പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളത്. അത് എന്ന് പ്രാബല്യത്തിൽ വരുമെന്നുള്ള ചോദ്യമായിരുന്നു സ്ത്രീ യാത്രക്കാർ മുന്നോട്ട് വെച്ചത്. ഇപ്പോഴിതാ അത് യാഥാർത്ഥ്യമാവുകയാണ്. ഇന്ന് മുതൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ ടിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് സ്ത്രീകളോട് തന്നെ ചോദിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്നും KSRTCയിലാണ് പോക്ക്. സന്തോഷം. ചേച്ചി, ഇന്ന് മുതൽ ടിക്കറ്റ് വേണ്ട, എന്ത് തോന്നുന്നു? സൗജന്യ യാത്ര അതാണ് SKN. എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പക്ഷേ ആ സന്തോഷത്തിലും ഇവർക്കൊരു നിരാശയുണ്ട്. കാരണം മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. പക്ഷേ അവിടെ ആ രീതിയിലുള്ള ഓർഡിനറി ബസ്സുകൾ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ നിരാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇവിടെ വെറും 98 ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം ഈ സംസ്ഥാനത്ത് മൊത്തം സ്ത്രീകൾ ആനുകൂല്യം നേടുമ്പോൾ മലപ്പുറത്തെ പല മേഖലയിലേക്കും അത് എത്തുന്നില്ല എന്ന് പറയുന്നത് വളരെ ഒരു നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. അത് മാത്രമാണ് ഇവർക്ക് ഏക പരാതി. ഈ പദ്ധതി എല്ലാം നല്ലതാണ്, സൗജന്യ യാത്ര വേണമെന്നുൾപ്പെടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും തങ്ങൾക്ക് ബസ്സുകൾ ഇല്ലല്ലോ, തങ്ങൾക്ക് ആനുകൂല്യം പൂർണ്ണമായി ലഭിക്കുന്നില്ലല്ലോ എന്നുള്ള നിരാശ മലപ്പുറത്തെ സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.